ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് പറഞ്ഞു. സ്വഹാബത്തിനോട് നബി തങ്ങൾ ചോദിച്ചു, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളാണ് അവർ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കി നമുക്കെതിരെ തിരിയാൻ വേണ്ടി ശ്രമിക്കുന്നത്, നമുക്ക് നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങിയാലോ എന്നും. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളതിന് സന്നദ്ധരാണ്. ഒരു സമുദ്രത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയി ചാടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനും ഒരുക്കമാണെന്ന് പറഞ്ഞ് സ്വഹാബത്തിൻ്റെ സന്നദ്ധത കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെയും കൂട്ടി ഏകദേശം 150 കിലോമീറ്റർ മദീനയിൽ നിന്ന് ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്, ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്തു വന്നു. അങ്ങനെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഇതിലൂടെയാണ് ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി അവർ പോകുന്നത്. ആ പോകുന്ന സമയത്ത് നബിയും സ്വഹാബത്തും ഇവിടെ തടയുമെന്ന വിവരം അബൂ സുഫിയാന് കിട്ടിയപ്പോൾ മക്കക്കാർക്ക് വിവരം അറിയിച്ചു, അബൂജാലിനും കൂട്ടർക്കും, നിങ്ങളെല്ലാവരും ഒരുങ്ങി വരണം, ഞങ്ങളെ ബദറിൽ വെച്ച് അവർ തടയുന്നുണ്ട്. അങ്ങനെയാണ് 1000-ഓളം വരുന്ന വലിയ പട്ടാളം അബൂജാലിൻ്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് 350 കിലോമീറ്റർ സഞ്ചരിച്ച് അവരിവിടെ എത്തുന്നത്. ഞാൻ ചുരുക്കുകയാണ്, ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവരിവിടെ എത്തപ്പെട്ടു. പക്ഷേ ഇവിടെ കുടിക്കാനോ അവർക്ക് ആവശ്യമായ മറ്റു വെള്ളമൊന്നും ഇല്ലാതെ ഒരവസ്ഥ വന്നു. അപ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. അങ്ങനെ അത്ഭുതം സംഭവിച്ചു. അന്ന് രാത്രി മഴ പെയ്തു. പക്ഷെ മഴയും ഒരു അത്ഭുതമായിരുന്നു. സ്വഹാബത്തും നബിതങ്ങളും തമ്പടിച്ച ഈ ഏരിയ ഇത് താരതമ്യേന ഒരു ഉയർന്ന പ്രദേശമായിരുന്നു. ഞാനിപ്പോൾ ഈ ചരിത്രം പറയുമ്പോൾ 1400 കൊല്ലം മുമ്പുള്ള ഭൂപ്രദേശമാണ്. ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വഹാബത്തും നബിതങ്ങളും ഈ ഏരിയയിലാണ് തമ്പടിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകം സ്വഹാബത്ത് പന്തൽ നിർമ്മിച്ച സ്ഥലത്താണ് പിന്നീട് ആ പള്ളി പണിതത്. മസ്ജിദുൽ അരീസ് എന്നാണ് ഈ പള്ളിൻ്റെ പേര്. അബൂജഹലും കൂട്ടരും ആ ഭാഗത്ത് താരതമ്യേന താഴ്ന്ന പ്രദേശമായിരുന്നു, അവിടെയാണ് അവർ തമ്പടിച്ചത്. അങ്ങനെ മഴ പെയ്തപ്പോൾ ഈ ഏരിയയിൽ മാത്രം മഴ പെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നമുക്ക് വെള്ളം ആവശ്യമായി വരും, അതുകൊണ്ട് താൽക്കാലികമായി ഒരു ഹൗദ് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് കൽപ്പിച്ചു. അങ്ങനെ അന്ന് താൽക്കാലികമായി ഉണ്ടാക്കിയ ഹൗദിൻ്റെ സ്ഥാനത്താണ് പിന്നീട് ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കി വെച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അഅലം. അങ്ങനെ വെള്ളം ഇവിടെ ശേഖരിച്ചു. അന്നത്തെ രാത്രി സ്വഹാബത്തിനും മറ്റൊക്കെ ആവശ്യമായ വെള്ളം കിട്ടി. അബൂജഹലും കൂട്ടർക്കും വെള്ളം കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവരടുത്തുള്ള വെള്ളവും ആകെ നാശമായി. കാരണം അത് താഴ്ന്ന പ്രദേശമായിരുന്നു. ഇവിടുന്ന് വെള്ളം പോയി ആകെ ചെളിവെള്ളമായി, വിഷമായി. അവരെല്ലാ സ്ഥലത്തും എവിടെ ശുദ്ധമായ വെള്ളം ഉണ്ടെന്ന് അന്വേഷിച്ചു. അങ്ങനെ എവിടെയും വെള്ളം കാണാനില്ല. അവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ സ്വഹാബത്ത് ശേഖരിച്ച ഔദിൽ കുറച്ച് ശുദ്ധമായ വെള്ളമുണ്ട്. അങ്ങനെ ആ വെള്ളം എടുക്കാൻ അവരെ കൂട്ടത്തിൽ ആർക്കും ധൈര്യമില്ല. നീചനായ ആ കൂട്ടത്തിൽ വലിയ ധീരനായ വില്ലാളി വീരനായ അസ്വദ് പറഞ്ഞു, ഞാൻ വെള്ളം എടുത്തു കൊണ്ടുവരാം. അങ്ങനെ അസ്വദ് കുതിരപ്പുറത്ത് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് ഈ ഭാഗത്ത് നിന്ന് അള്ളാഹുവിൻ്റെ സിംഹമാകുന്ന ഹംസ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് വീഴുന്നത്. ആ ഭാഗമാണ് പാട്ടിൽ പറയുന്നത്, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുബദിൽ മാറടാ, വെള്ളറി നബി മഹ്മൂദർ ഹൗദിന്ന് വെള്ളം കുടിക്കുന്നവർ ആരടാ, മുത്തറസൂലുള്ളാഹിന്റെ ഈ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആർക്കാടോ ധൈര്യമെന്ന് പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു ചാടി അസ്വദിനെ വെട്ടുന്നു. അസ്വദ് 2 കഷ്ണമായി മാറുന്നു. അങ്ങനെയാണ് യുദ്ധം ആരംഭിക്കുന്നത്, യുദ്ധത്തിൻ്റെ തുടക്കം. അങ്ങനെ ആ ഭാഗത്ത് ഉത്ബത്തും ശൈബത്തും വലീദും വരുന്നു. ഈ ഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു 3 ആളും ഏറ്റുമുട്ടുന്നു. അങ്ങനെ ആ വന്ന 3 ആളുകളും ചത്തൊടുങ്ങുന്നു. പിന്നെ അവർ തീരുമാനിക്കുന്നതിന് ഇങ്ങനെ പറ്റൂല, ദ്വന്ദ്വയുദ്ധം പറ്റൂല, കൂട്ടമായി വരാം. അങ്ങനെ കൂട്ടമായി ആ ഭാഗത്ത് നിന്ന് മുശ്രിക്കുകൾ വന്നപ്പോൾ ഉടനെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി പറഞ്ഞു, നബിയെ നമ്മളാകെ കുറച്ച് ആളുകളേ ഉള്ളൂ, അവർ കൂട്ടമായി വരികയാണ്, നമ്മളെങ്ങനെ പ്രതിരോധിക്കും? അപ്പോഴാണ് ആ പന്തലിൻ്റെ അടിയിൽ വെച്ച് ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നു യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലി ദുആ ചെയ്തത്. അപ്പോഴാണ് 5000-ഓളം വരുന്ന മലക്കുകൾ ഈ ഭാഗത്ത് ഇറങ്ങിയത്. മലക്കുകൾ ഇറങ്ങിയ മല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്